ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി മിനായിലെ തമ്പുകളിൽ ആദ്യ ദിനം ചിലവഴിച്ച തീർത്ഥാടകർ. നാളെ നടക്കുന്ന അറഫ സംഗമത്തിനായി ഇന്ന് രാത്രി തന്നെ തീർത്ഥാടകർ യാത്ര തിരിക്കും. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹജ്ജ് കർമ്മങ്ങൾ ആദ്യ ദിവസം പിന്നിടുകയാണ്. തീർത്ഥാടക ലക്ഷങ്ങൾ ഇപ്പോൾ തമ്പുകളുടെ നഗരമായ മീനായിലാണുള്ളത്. ഇന്നലെ രാത്രി മുതൽ മീനായിലേക്ക് നീങ്ങിത്തുടങ്ങിയ തീർത്ഥാടകർ ഇന്ന് പകൽ മുഴുവൻ മീനായിൽ താമസിക്കുക എന്നതാണ് ഹജ്ജിൻ്റെ ആദ്യത്തെ കർമ്മം. നാളെ നടക്കുന്ന അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥാടകരെല്ലാം. എന്നോടൊപ്പം ഉള്ളത് ഗൾഫിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ദുബായിൽ നിന്നും കുവൈത്തിൽ നിന്നൊക്കെ ഹജ്ജിനെത്തിയ മലയാളി തീർത്ഥാടകരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അൽഹംദുലില്ലാ, ദൈവത്തെ അങ്ങേയറ്റം സ്തുതിക്കേണ്ടിയിരിക്കുന്നു. ജനലക്ഷങ്ങൾ ഹജ്ജിനെ കുറിച്ച് മുമ്പേ കേട്ടിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ജനലക്ഷങ്ങളുടെ കൂടെ ഒന്നിച്ച് ഒരേ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഒരേ ഡ്രസ്സിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഈ സഹസ്രാബ്ദങ്ങളെ ഇവിടെ നിയന്ത്രിക്കുകയും ഇതേ രൂപത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി, മാഷാ അല്ലാ, ഇത് വല്ലാത്തൊരു ദൈവാനുഗ്രഹമാണ്. ഇതിന് നിർവഹിക്കുന്ന ഇവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റികൾ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ അത്ഭുതകരവും തന്നെയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മിനയിലാണ്. മിന എന്ന് പറയുന്നത് പ്രത്യാശയുടെ താഴ്വരയാണ്. നാളെ ഞങ്ങൾ പോകുന്നത് അറഫയിലേക്കാണ്. അറഫ എന്ന് പറയുന്നത് തിരിച്ചറിവിൻ്റെ താഴ്വരയിലേക്കാണ്. താനൊരു അടിമയാണെന്നും തൻ്റെ റബ്ബ് ഉടമയാണെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ അടിമയ്ക്ക് ഉടമയെ അനുസരിക്കാൻ വളരെ എളുപ്പമാവും. അനുസരണയുള്ളവരെയാണ് അടിമയ്ക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ലോകം അതുതന്നെയാണ് ആഗ്രഹിക്കുന്നതും. ഒരു മുസ്ലിം എന്ന് പറയുന്നതും അനുസരിക്കുന്നവനാണ്. അതുകൊണ്ട് അനുസരണ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലൂടെ. അള്ളാഹുത്തല ഞങ്ങളുടെ ഈ വരവ് അള്ളാഹുത്തല സ്വീകരിക്കണേ എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദ്വാരക്കുന്നതൊക്കെ. അൽഹംദുലില്ലാ. അതാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം നാളെയാണ്. നാളെ പകൽ മുഴുവൻ തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. രാത്രി മുസ്ദലിഫയിലേക്ക് നീങ്ങും. മറ്റന്നാൾ രാവിലെ തീർത്ഥാടകർ മിനായിൽ തിരിച്ചെത്തി ജംറകളിലെ കല്ലേർ കർമ്മം നിർവഹിക്കും. പിന്നീടുള്ള 3 ദിവസങ്ങളിലും മിനായിൽ താമസിച്ച് തീർത്ഥാടകർ മിനായിലെ മൂന്ന് ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. ശനിയാഴ്ചയോടെ തീർത്ഥാടകർ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി മിനായിൽ നിന്ന് മടങ്ങും. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.